എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് യുഡൈസ് പ്ലസിൽ പുതിയൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യുഡൈസ് പ്ലസിൽ നമ്മൾ മെയിൻ പേജിലേക്ക് പോവുക. മെയിൻ പേജിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന യുഡൈസ് പ്ലസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ എത്തും. ഇതിൽ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ ചോദിക്കും. അതിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ഗോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ പുതിയൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. അവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് മൊഡ്യൂൾ എന്ന് കാണുന്ന അടിയിൽ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. നമ്മുടെ സ്കൂളിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നൽകി കഴിഞ്ഞാൽ അവിടെ ക്യാപ്ചയോട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ പേജിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ 2026-27 എന്നുള്ള ഭാഗത്തിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഡിവിഷനുകളെല്ലാം അവിടെ കാണിക്കും. അവിടെ നമുക്ക് വേണമെങ്കിൽ തുറന്ന് നോക്കാം. ഓരോ ക്ലാസ്സിലും എത്ര ഡിവിഷൻ വീതമുണ്ട് എന്നുള്ളത് തുറന്ന് നോക്കാം. ഞാനിവിടെ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 1ാം ക്ലാസ്സും ഒക്കെ തുറന്ന് നോക്കി. എനിക്ക് 4ാം ക്ലാസ്സിലാണ് ഒരു ഡിവിഷൻ കൂടി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4ാം ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ഡിവിഷൻ ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് കാണുന്ന രണ്ടാമതായി കാണുന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സ്കൂൾ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് സെക്ഷൻ മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലൂടെയാണ് നമ്മുടെ പുതിയ ഡിവിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ആഡ് എ സെക്ഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അവിടെ ഏത് ക്ലാസ്സിലാണോ ചെയ്യേണ്ടത് ആ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിവിഷൻ വന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ അതോട് ചേർത്ത് കഴിഞ്ഞാൽ ആഡ് എ സെക്ഷൻ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്ത് താഴെ വരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി അവിടെയുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് പുതിയൊരു ഡിവിഷൻ നമുക്ക് യുഡൈസ് പ്ലസിൽ ചേർക്കേണ്ടത്. അപ്പം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.